ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേറിയസ് വേണ്ടിയിട്ട് അക്വേറിയസിൻ്റെ സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡൻ സൈൻസ്, നക്ഷത്രം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മാർച്ച് മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ബാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവണത് എടുക്കുക, മെസ്സേജസ് റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കൺസൾട്ടേഷൻ വേണം, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിൽ ഒരു പേഴ്സണൽ റീഡിംഗ് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതല്ലാണ്ട് എൻ്റെ ചാനലിൽ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് അതും ക്ലിക്ക് ചെയ്തിട്ട് മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ മാർച്ച് മാസത്തിൻ്റെ മെസ്സേജസിന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ അക്വേറിയസ്, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി? മാർച്ച് മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ട്രെങ്ത് ആണ് വന്നിരിക്കണേ. പാസ്റ്റിൻ്റെ എനർജി എന്താണ്? പാസ്റ്റിൽ ഞാൻ കാണുന്നത് 3 of Swords ആണ്. എന്താണ് കറണ്ട് എനർജി? കറണ്ട് എനർജിയിൽ King of Wands ഉണ്ട്. ഫ്യൂച്ചർ എനർജി എന്താണ്? ഫ്യൂച്ചർ എനർജി 2 of Swords. നിങ്ങളുടെ ചാലഞ്ച് ആയിട്ട് എന്താണ് വന്നിരിക്കണേ? ചാലഞ്ച് ആയിട്ട് 3 of Cups ആണ്. അഡ്വൈസ് നിങ്ങൾക്ക് ഫൂൾ എനർജി. സർപ്രൈസ് ഫാക്ടർ വീൽ ഓഫ് ഫോർച്യൂൺ. ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ അക്വേറിയസ് സ്ട്രെങ്ത് എനർജിയാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ സ്ട്രെങ്ത് ഇതൊരു ലിയോ എനർജിയാണ്, പക്ഷേ ഇത് ഒരു ഇന്നർ ചാലഞ്ച് ഫേസ് ചെയ്യണ എനർജിയാണ്. നിങ്ങൾ ചില ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട് ഈ മാസം. പക്ഷേ അതിനെ നിങ്ങൾക്ക് അതിനെ ഫേസ് ചെയ്യാനുള്ളൊരു ഇന്നർ സ്ട്രെങ്ത്തും കൂടി ഉണ്ട്. ഓക്കെ, ഇത് ചാലഞ്ചസ് ഉണ്ടായാലും നിങ്ങൾക്ക് ഇത് ഫേസ് ചെയ്യാം, നിങ്ങൾക്ക് ഇത് ഈ ചാലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്യാം. അപ്പോൾ ഈ സ്ട്രെങ്ത് എനർജി എന്താണ് ഇവിടെ കാണുന്നത്? സ്ട്രെങ്ത് എനർജി Ace of Swords. അപ്പോൾ ഒരു സ്റ്റാഗ്നന്റ് ഒരു സിറ്റുവേഷനിൽ ഒന്നും മുമ്പോട്ടേക്ക് പോകണ്ടായിരുന്നില്ല, കുറേ ബ്ലോക്സ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷന് നിങ്ങൾ ഫൈനലി പുറത്തു വരണോ? അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും, അതല്ല വെച്ചാൽ ക്ലാരിറ്റി വരും. പക്ഷേ ഞാൻ കാണുന്നത് ഒരു സിറ്റുവേഷനിൽ ഒരു സഡൻ ചേഞ്ച്, ഒരു സഡൻ മാറ്റം ഉണ്ടാവണത് കാണുന്നുണ്ട്. അപ്പോൾ ഇത് റിലേഷൻഷിപ്പിലാവാം, ജോലിയുടെ കാര്യത്തിലാവാം. നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത് 3 of Swords ആണ്. അപ്പോൾ 3 of Swords ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജിയാണ്. അപ്പോൾ പാസ്റ്റിലും ഞാൻ കാണുന്നത് എന്തോ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ, ഒരു ബ്രേക്കപ്പിൻ്റെ എനർജി ആവാം. നിങ്ങൾ കുറേ ആക്ച്വലി ഹേർട്ടായി ഈ സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടായപ്പോൾ, എന്തോ ഒരു ഡിസപ്പോയിൻമെൻറ്റ്, എന്തോ ഒരു ബ്രേക്കപ്പ് ഉണ്ടായപ്പോൾ നിങ്ങൾ കുറേ ഹേർട്ടായി. നിങ്ങൾ ആക്ച്വലി തനിച്ച് ഇരുന്ന് അതിനെ പ്രോസസ്സ് ചെയ്യാൻ നോക്കുമായിരുന്നു. പറഞ്ഞാൽ വേറെ കുറേ അങ്ങനെ സോഷ്യലൈസ് ഒന്നും ചെയ്യണ്ടായിരുന്നില്ല. നിങ്ങൾ അതിനെ ഇൻറ്റേർണലി മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ അത് പ്രോസസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിന് മൂവ് ഓൺ ചെയ്യാനാണ് നിങ്ങൾ അതിലാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഞാൻ കാണുന്നത് ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തോ ഒരു പുതിയ ഓഫർ വന്നു. ഇപ്പോൾ ഇതൊരു ജോലി ഓഫർ ആവാം, അതല്ല വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു പുതിയ റിലേഷൻഷിപ്പ് ആവാം. പക്ഷേ എന്തോ ഒരു സ്റ്റേബിൾ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഉണ്ടാവണ ഇടയ്ക്ക് അതും ഉണ്ടായി. അപ്പോൾ കറണ്ട് എനർജിയിൽ King of Wands ആണ് കാണുന്നത്. King of Wands ഒരു ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇത് നല്ലൊരു പാഷനറ്റ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. പക്ഷേ ഇതൊരു പേഴ്സൺ ആവാം, ഇല്ലൊരു ഓപ്പർച്യൂണിറ്റി ആവാം. പക്ഷെ എവിടെയോ നിങ്ങളിപ്പോഴും പാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഓർത്തിട്ട് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനുള്ള വിഷമമുണ്ട്. നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് മൂവ് ഓൺ ചെയ്യാൻ. ഇതൊരു പുതിയ പേഴ്സൺ ആവാം, ഒരു ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് നിങ്ങളുടെ ലൈഫിൽ വന്നു, ഇല്ലച്ച വരാൻ പോകുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സണെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചൊരു ഹെസിറ്റേഷൻ ഉണ്ടാവണു. എന്താ വെച്ചാൽ ആ പാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഫ്രഷാണ്. അപ്പോൾ ഇവിടെ ഞാൻ പാഷൻ കാണുന്നുണ്ട്,
ആരോ നിങ്ങളുടെ അടുത്തേക്ക് വരണ എനർജിയും കാണാണ്ട്. പക്ഷെ നിങ്ങളുടെ സൈഡിൽ നിന്ന് കുറച്ചൊരു സംശയമുണ്ട്. ആ സെയിം സംശയമാണ് ഇവിടെ ഫ്യൂച്ചറിലും ഞാൻ കാണുന്നത്. നിങ്ങൾ എന്തോ ഒരു തീരുമാനം എടുക്കാൻ നോക്കണു, പക്ഷെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റണില്ല. എന്താ വെച്ചാൽ ഇവിടെ മുമ്പോട്ടേക്കാണോ പോകണ്ടേ, എന്താ വേണ്ടേ അറിയില്ല. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത മാതിരി. അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് കുറവാണ്. ഇവിടെ എന്തോ ഒരു ലവിൻ്റെ എനർജിയാണ് കാണുന്നത്, ഒരു റിലേഷൻഷിപ്പ് എനർജി ഞാൻ കാണുന്നുണ്ട്. ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് കുറേ നിങ്ങൾ ഹാപ്പി ആക്കണ എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ ആക്ച്വലി ഇവരുടെ കൂടെ നിങ്ങൾ ഹാപ്പി തന്നെയാണ്, പക്ഷെ എവിടെയോ ഒരു ഞാൻ പറഞ്ഞ മാതിരി ഒരു ഡൗട്ട് ഉണ്ട് മനസ്സിലത് ഇത് വേണോ, ഇത് വർക്കൗട്ട് ആവോ എന്ന്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം 3 of Cups ആണ്. അപ്പം നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് 2 ആൾക്കാരുടെ ഇടയ്ക്ക് ചോയ്സ് ഉണ്ടാവും. അതല്ല വെച്ചാൽ ഇവിടെ മൂവ് ഓൺ ചെയ്യാനുള്ള ചാലഞ്ചാണ് നിങ്ങളുടെ. എന്താ വെച്ചാൽ എന്തോ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ആ ഗുഡ് ന്യൂസ് എൻജോയ് ചെയ്യാൻ പറ്റണില്ല. നിങ്ങൾക്കത് മുഴുവനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി പാസ്റ്റിൻ്റെ കാരണം. ഇവിടെ നിങ്ങൾ സിംഗിൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് കാണുന്നത്, പക്ഷെ എന്തോ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പ്, ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലച്ചാൽ നിങ്ങൾക്ക് പുറമേ പോകാനുള്ള ചാൻസും കൂടി ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്തോ അത് മുഴുവനെ എൻജോയ് ചെയ്യാൻ പറ്റണില്ല, ഒരു ഹാപ്പിനെസ് ഇല്ല. യൂണിവേഴ്സ് നിങ്ങളോടൊരു മുമ്പോട്ടേക്ക് പോകാനാണ് പറയണേ. കൂടുതൽ ഓവർ തിങ്ക് ചെയ്യരുത്. ഓപ്പർച്യൂണിറ്റീസ് പറയണതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കൊരു റിസ്ക് എടുത്ത് അതിനെ യെസ് എന്ന് പറയേണ്ടി വരും. എന്താ വെച്ചാൽ ഫ്യൂച്ചർ ആർക്കും അറിയില്ല എങ്ങനെയായിരിക്കും എന്ന്. പക്ഷെ നിങ്ങൾ നോന്ന് പറഞ്ഞാൽ ഒട്ടും അത് വർക്കൗട്ട് ആവില്ല, യെസ് പറഞ്ഞാൽ ചിലപ്പോൾ അത് വർക്കൗട്ട് ആവും. അപ്പോൾ ആ റിസ്ക് എടുക്കേണ്ടി വരും. 8 of Cups ഉണ്ട് ഇവിടെ. യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ ലൈഫിൽ എന്താ ഒരു പറഞ്ഞാൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് തരാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് വെച്ചാൽ അതിനെ വിടാനാണ് പറയണത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴും എനർജറ്റിക്കലി നിങ്ങൾ ഇപ്പോഴും പാസ്റ്റിൻ്റെ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടില്ല. യൂണിവേഴ്സ് പറയണത് ഇവിടെ കുറേ സക്സസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് കുറേ ഒരു മുമ്പോട്ടേക്ക് പോണ എനർജി ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അതിനെ കംപ്ലീറ്റ്ലി എംബ്രേസ് ചെയ്യാൻ പഠിക്കുക. അതിനെ കംപ്ലീറ്റ്ലി എംബ്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾക്ക് പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യണം. സർപ്രൈസ് ഫാക്ടർ നിങ്ങൾക്ക് എന്തോ ഇവിടെ തിരിച്ചു വരണ എനർജി ഉണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ, അതല്ല വെച്ചാൽ സമയം ചേഞ്ച് ആവണ എനർജി ഞാൻ കാണുന്നുണ്ട്. ട്രാവൽഡ് എനർജി ഉണ്ട്. ഒരു ഗുഡ് ലക്കിൻ്റെ എനർജിയും ഉണ്ട്. എവിടുന്നോ നിങ്ങൾക്ക് ആരോ ഹെൽപ്പ് ചെയ്യാൻ വരണു ഒരു സിറ്റുവേഷനിൽ. ആ ഹെൽപ്പ് ഒരു അൺഎക്സ്പെക്റ്റഡ് ഹെൽപ്പ് ആയിരിക്കും, പക്ഷെ അത് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് കൊണ്ടുവരണ എനർജിയാണ്. അപ്പോൾ എന്തോ ആരോ ഒരു സഡൻലി നിങ്ങളുടെ ലൈഫിൽ വന്ന് ആ സിറ്റുവേഷനിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ട് ആ നിങ്ങളുടെ ലൈഫ് മുഴുവനെ ചേഞ്ച് ആവാന്നാണ് പോണത്. ഒരു നല്ല ഗുഡ് ലക്ക് വരുന്നുണ്ട് നിങ്ങളുടെ എനർജിയിൽ. ഔട്ട്കം നിങ്ങളുടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. ചില ബാഗേജ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ചില കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴും ക്യാരി ചെയ്ത് കൊണ്ടുപോകണു, പാസ്റ്റിൻ്റെ കാര്യങ്ങൾ. അതൊക്കെ ഇപ്പോൾ ലെറ്റ് ഗോ ചെയ്യാനുള്ള സമയമായിരിക്കണു. ഹീലിങ്ങിൻ്റെ സമയമാണ് ഇത്. ചിലവർക്ക് നിങ്ങളുടെ ഫാമിലിയുടെ കൂടെയാണ് ഈ വഴക്ക് ഉണ്ടാവണേ, അതല്ല ചില ഇഷ്യൂസ് ഉണ്ടാവണേ. പക്ഷെ നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കം വരണു. ഹീലിംഗ് എനർജി കാണുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു ചതിയുടെ എനർജി ഉണ്ട്, പക്ഷെ അതിന് മൂവ് ഓൺ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണേ. നിങ്ങൾ ഇപ്പോഴും ആ പാസ്റ്റിനെ വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ കുറേ റിഗ്രറ്റ്സ് ഉണ്ട്, പക്ഷെ ഇപ്പോൾ അത് വെച്ചിട്ട് ഒരു പ്രയോഗവും ഇല്ല. എന്താ വെച്ചാൽ ഇപ്പോൾ മൂവ് ഓൺ ചെയ്യാനാണ് ഒരു ബെറ്റർ ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക്. എന്താ വെച്ചാൽ ഫ്യൂച്ചർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ എന്തിനാ അതിനെ തകർക്കണേ? ഈ പാസ്റ്റിനെ വെച്ചിട്ട് അതിനെക്കുറിച്ച് കുറേ ഇങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ല എന്നാണ് യൂണിവേഴ്സ് പറയണേ. അതിനെ ലെറ്റ് ഗോ ചെയ്യുക. എന്താ വെച്ചാൽ ഇപ്പോൾ ആ സിറ്റുവേഷൻ കഴിഞ്ഞു പോയി, ഇപ്പോൾ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ യു ആർ റെഡി എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ യു ആർ റെഡി ആക്ച്വലി അക്വേറിയസ്. എന്താ വെച്ചാൽ ഈ പുതിയ തുടക്കം വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയുമാണ്. പക്ഷേ നിങ്ങൾ അത് മെൻ്റലി ആക്സെപ്റ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് അക്വേറിയസ്. ഇത് റെസൊനേറ്റ് ചെയ്തെന്ന് ഞാൻ ഹോപ്പ് ചെയ്യണു. ഇത് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി അതിൽ കിട്ടും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.